കോട്ടയം ഈരാറ്റുപെട്ട തീക്കോയിൽ നവജാത ശിശുക്കളെ വിറ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. ഇടനിലക്കാരി കൊല്ലം സ്വദേശിനി അനീനയാണ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടാതെ ഇവരുമായി ബന്ധമുള്ളവരെ കൂടി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതി അർജുന്റെ മാതാവിനെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. നേരത്തെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പ് നടന്നു എന്ന സൂചനകളുമുണ്ട്. ഇടനിലക്കാരെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തീക്കോയി ഞണ്ടുകല്ലിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ 1-2 ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന, അതായത് ഗർഭിണികളെ പാർപ്പിച്ച് കുട്ടികളുണ്ടായ ശേഷം ആ കുട്ടികളെ വിറ്റ് പണം തട്ടിയെടുക്കുന്ന സംഘം താമസിച്ചിരുന്ന ആ പ്രദേശമാണ്. ഏതാണ്ട് വിജനമാണ്. നോക്കിയാൽ എനിക്ക് പിന്നിൽ കാണുന്നത് വലിയ റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു വശത്തായി തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് ഈ വീടാണ്. ഈ വീട്ടിലാണ് ഈ പെൺകുട്ടികളെ പാർപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ആസാം സ്വദേശിനിയായ ഈ പെൺകുട്ടിയുടെ മൊഴി. ഈ വീടിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെയാണ് അർജുനും രാജയും ഒക്കെ താമസിച്ചിരുന്നത്. അപൂർവം ഈ ചില ചെരുപ്പുകൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനലൊക്കെ ഏതാണ്ട് പൂർണ്ണമായും മറച്ചിരിക്കുന്നു. മറ്റ് സാധാരണ കർട്ടനല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് തുണികൾ വെച്ച് മറച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയും കുറച്ച് ചെരുപ്പുകൾ, ഷൂ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ട്. ഇത് വീടിൻ്റെ പിൻഭാഗമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഈ റബ്ബർ പുര പോലെയുള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ, അത് സ്ത്രീകളുടെ വസ്ത്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ അസം സ്വദേശിനിയുടെ ആണോ അത് മറ്റാരുടെയെങ്കിലും ഇവിടെ താമസിച്ചിരുന്നവരുടെ ആണോ എന്നുള്ളത് വ്യക്തമല്ല. ഇതാണ് വീടിൻ്റെ ഒരു പിൻഭാഗമുള്ളത്. വീടിൻ്റെ പിൻഭാഗം ഇതാണ്. ഇതിൻ്റെ പിന്നിലും വളരെ വിജനമായ തോട്ടമാണ്. അതായത് ഇവിടെ നിന്നാൽ ഒരു വീട് പോലും കാണാൻ കഴിയാത്ത അത്ര ഒരു തോട്ടമാണ്. ഇവിടെ തൊട്ട് പിന്നിൽ എന്തായാലും ഇതിനപ്പുറത്ത് ഒരു പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളർത്തുനായയാണ്, ഇവരുടേതാണ്. അത് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് വലിയ വീടൊന്നുമല്ല, പക്ഷെ ഒരു 1, 2, 3 ബെഡ്റൂമൊക്കെയുള്ള അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. എന്തായാലും വീണ്ടും നമ്മൾ മുൻഭാഗത്തേക്ക് എത്തുകയാണ്. ഇതാണ് ഈ വീടിൻ്റെ ഒരു പരിസരം. അതായത് പരിപൂർണമായും ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പരിപൂർണമായും ഒരു റബ്ബർ തോട്ടം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. റബ്ബർ തോട്ടത്തിന് നടുവിൽ ഒരു വിജനമായ സ്ഥലത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്നോടൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്, KK പരീക്കൊച്ച്. അദ്ദേഹം ഈ തീക്കോയി പഞ്ചായത്തിലെ 14ാം വാർഡ് മെമ്പർ കൂടിയാണ്. വാർഡ് മെമ്പറോട് ചോദിക്കുക, ഈ കേസിൽ തുടക്കം മുതൽ ഫലത്തിൽ ഒരു ദൃക്സാക്ഷിയായി മാറിയ ആൾ കൂടിയാണ് എന്ന് പറയാൻ സാധിക്കും. ഞായറാഴ്ചയാണ് ഈ സംഭവം വരുന്നത് അല്ലേ? അന്ന് എന്താണ് ഉണ്ടായത്? ഞായറാഴ്ചയാണ് ഈ സംഭവം വരുന്നത്. ഞായറാഴ്ച ഒരു 12:30 കൂടിയാണ് എൻ്റെ കമ്പനിക്കാരൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ എന്നെ ഫോൺ വിളിക്കുന്നത്. അതായത് ഒരു ആസാംകാരി പെണ്ണ് ഈ റോട്ടിൽ കൂടെ കരഞ്ഞുകൊണ്ട് വരുന്നു, തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കയറിയിരിപ്പുണ്ട്. അതിനു മുമ്പ് ഈ പെണ്ണിനെ കണ്ടത് ഇവിടുത്തെ അംഗൻവാടി ടീച്ചറിൻ്റെ ഭർത്താവും. പിന്നെ അംഗൻവാടി ടീച്ചറിൻ്റെ ഭർത്താവ് പോയി വീട്ടിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗൻവാടി ടീച്ചറും വന്നു ഈ പെണ്ണിനെ പിക്കപ്പ് ചെയ്യുകയും പെണ്ണുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഉടൻ തന്നെ അംഗൻവാടി ടീച്ചറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ആശാവർക്കറെ വിളിച്ച് പറഞ്ഞു എത്രയും പിടിയിൽ പോയി ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറഞ്ഞു. പുറകെ ഞാനും വന്നേക്കാം. തുടർന്ന് ഞങ്ങൾ പുറകെ വരികയും പിന്നെ അന്നേരം തന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും പോലീസ് വരാൻ താമസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തിരക്ക് കാരണമായിരിക്കും പോലീസ് വരാൻ താമസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ DSP ആയിട്ട് ബന്ധപ്പെടുകയും ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പോലീസ് വന്ന് ഈ ആസാംകാരി പെണ്ണിനെ പിക്കപ്പ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതിന് വഴിത്തിരിവായത് പിന്നെ നമ്മുടെ ഈ പെങ്കൊച്ചിനെ, ആസാംകാരി പെങ്കൊച്ചിനെ താമസിച്ചിരിക്കുന്ന സാന്ത്വനം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ അവരാണ് ആനി ബാബു ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. പിന്നെന്താണ് സംഭവിക്കുന്നത്? പിന്നെ സംഭവിക്കുന്നത് അടുത്ത ദിവസമാണ്, തിങ്കളാഴ്ച ആനി ബാബു എന്ന് പറഞ്ഞ സ്ത്രീ ഇവരുടെ കാരണം ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുത്തിട്ട് SP-ക്ക് പരാതി കൊടുക്കുകയും അവിടെ നിന്ന് വന്ന ഡയറക്ഷൻ്റെ ഭാഗമായി ഈരാറ്റുപേട്ട പോലീസ് പിറ്റേ ദിവസം വരികയും ഇവരെ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതായത് ഈ അർജുനയും രാജയും, അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അർജുനയും രാജയും, ഈ രാജയുടെ ഭാര്യനെയും ഈ അർജുൻ്റെ അമ്മേനെയും
ഇവിടെ താമസിച്ച എല്ലാവരും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അത് ഇവരുടെ ബന്ധുവാണ്. പിന്നെ 2 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുമുണ്ട്. അവർ ബന്ധുവാന്നാ പറയുന്നത്. അവരെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. വിട്ടയച്ചത്. അവർ പിന്നെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് താമസിച്ചു. രാത്രി ഉണ്ടായിരുന്നു. രാത്രി ഇവർ വന്നു കഴിഞ്ഞു. ഈരാറ്റുപേട്ട സർക്കിൾ SI ആയിട്ട് ബന്ധപ്പെട്ടു. SIനെ ഞാൻ ഇവിടെ വന്ന് കണ്ടായിരുന്നു. ഒരു പരാതി ഞാൻ എഴുതി കൊടുത്തു. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ചെറിയ മീനാ, കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരു പരാതി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു 7-8 മണി ഞാനും എൻ്റെ പെങ്ങളെ 2 മക്കളും കൂടി ഇവർ വന്ന് അന്വേഷിക്കുകയും അന്നേരം ഇവരോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഇനി മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാവും, അത് കാരണം ഒരു 10-15 ദിവസം മാനുഷ്യ പരിഗണന കൊടുത്തു 15 ദിവസം ഇവിടെ താമസിക്കും. എല്ലാവരും പറഞ്ഞ് ഇവിടെ ഇനി താമസിക്കും. പക്ഷേ നമ്മൾ 2 കുട്ടികളും ഇതൊക്കെ ഉള്ളവർ മാനുഷ്യ പരിഗണന വെച്ച് പോലീസുകാരും പറഞ്ഞു 10-15 ദിവസം താമസിക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. മാനുഷ്യ പരിഗണന താമസിക്ക് 10-15 ദിവസം കഴിഞ്ഞ് മാറണമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ മാറാൻ തയ്യാറാണ്. അങ്ങനെ അവർ സമ്മതിച്ചു. ഞങ്ങൾ പോവുകയും ചെയ്തു. അന്നപ്പോൾ എൻ്റെ പെങ്ങളുടെ മകൻ ഇവർക്ക് ആരെയോ ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ പെങ്ങളുടെ മകൻ്റെ ഫോണിൽ നിന്ന് വാഗമണിലുള്ള രാജേഷ് എന്ന് പറഞ്ഞ ഒരാളെ ഇവർ ഫോൺ വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിന്ന് വരാമെന്ന് പറഞ്ഞു. വാടക വീട് തുറക്കുക. ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ഇവർക്ക് എന്തെങ്കിലും ഇവരറിഞ്ഞുകൊണ്ടാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും മെമ്പർക്ക് വിവരമുണ്ടോ? ഇല്ല, എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും. ഇവർ അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ ഒന്നും ഇവരുടെ പറച്ചിൽ ഇവരറിഞ്ഞുകൊണ്ടല്ലെന്നാണ് പറയുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇവരെ വീണ്ടും ഇന്ന് കസ്റ്റഡിയിലല്ല, ഇവരെ ചോദ്യം ചെയ്യാനൊക്കെ ആയിട്ട് കൂടുതൽ വിവരങ്ങൾ ഇവിടെ വന്ന് ഇവരെ കാണാത്ത കാരണം ഈരാറ്റുപേട്ട സർക്കിളുമായി ബന്ധപ്പെട്ടു. സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരങ്ങോട്ട് വന്നതായിരിക്കും എന്ന്. കാരണം നമ്മൾ ഇവരിവിടെ ഒറ്റയ്ക്ക് താമസിക്കും തോറും നമുക്ക് ടെൻഷൻ കൂടുക. അത് പിന്നെ മനുഷ്യ സഹജമായ എന്തെങ്കിലും ബലഹീനതകൾ കൊണ്ട് സംഭവിക്കുമെന്ന് ഓർത്ത് അതുകൊണ്ടാണ് സർക്കിളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ബന്ധപ്പെട്ടത്. ഇവരെങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? ഇവര് കുറച്ചു മുമ്പ് നടക്കലെങ്ങാണ്ടായിരുന്നു താമസിച്ചത്. 6 മാസം മുമ്പ് ഇവർ 6 മാസം നടക്കിയ താമസിച്ചാണ്. അത് കഴിഞ്ഞ് ഇവർ പിന്നെ തീക്കോയിലുള്ള ഓടി ബേബി എന്ന് പറഞ്ഞ ഒരു ബ്രോക്കറുമായി ബന്ധപ്പെട്ട് ആ ഓടി ബേബി എന്ന ബ്രോക്കറാണ് ഈ വീട് ഇവർക്ക് എടുത്തു കൊടുത്തത്. ഇത് ജോസിയേട്ടൻ്റെ വീടാണ്. കുന്നക്കാട്ട് ജോസിയേട്ടൻ്റെ വീടാണ്. പുള്ളി ഇപ്പോൾ എവിടെയാണ്? പുള്ളി 3 നിലവ് ബാക്കാടെന്ന പുറത്ത് താമസിക്കുകയാണ്. നിങ്ങൾക്കൊന്നും ഒരു സംശയവും തോന്നിയിട്ടില്ല ഇവരുടെ പെരുമാറ്റം? ഞങ്ങൾക്ക് യാതൊരുവിധ സംശയം കാര്യങ്ങളും തോന്നിയിട്ടില്ല. ജോസിയേട്ടനും തോന്നിയിട്ടില്ല. ജോസിയേട്ടൻ കാര്യം പറഞ്ഞാൽ ഇന്നലെ 10 മണി തൊട്ട് 4 മണി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും DSPയുടെ അടുത്ത് ഞങ്ങൾ DSPയുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ DSPയോട് ആവശ്യപ്പെട്ടു നമുക്ക് പിന്നെ ഷെൽട്ടർ ഇവിടെ കോട്ടയം തിരുവഞ്ചൂരുള്ള വനിത ഇതിലേക്ക് ഇവരെ മാറ്റണം, ഇങ്ങോട്ട് വിടരുതെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പിന്നെ MLA ആവശ്യപ്പെട്ടു. MLAനെ കൊണ്ട് വിളിപ്പിച്ച MLA ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഇവിടെ ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടായി യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്ന് DSPയോടും സർക്കിളിനോടും ഞങ്ങൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഇവരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത് ഇവിടെ വരുമ്പോഴോ ഈ പ്രദേശത്ത്? ഞാൻ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ മാത്രം ഇവർ ഇവിടെ നിൽക്കുന്ന കാരണം നമ്മൾ കയറി വന്നിട്ടില്ല. പിന്നെ ആശാവർക്കറോടും ഹരിതകർമ്മസേനയോടും പോയി അന്വേഷിക്കണം, ആ വീട്ടിൽ കയറണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഇവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കണ്ടപ്പോഴോ അങ്ങനെ വല്ലതും? അവർ ഹരിതകർമ്മസേന ഒരു 5-ാം തീയതി മുതലാണ് കയറുന്നത്. ഈ മാസം 5-ാം തീയതി ആകുമ്പോൾ ഇവിടെ കയറുകയുള്ളൂ. ഇവർ വന്നിട്ട് 27 ദിവസമായതുള്ളൂ, 1 മാസമായതുള്ളൂ. അപ്പം ഇവർ സമീപത്തുള്ളവരുമായിട്ട് അങ്ങനെ സമീപത്തുള്ളവർ യാതൊരു ബന്ധമില്ല, യാതൊരു ഇതുമില്ല. പക്ഷെ ഇതൊരു കുടുംബം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആർക്കും സംശയങ്ങളും തോന്നിയില്ല. ഈ അസാംകാരി കുട്ടിയെക്കുറിച്ച് ഇവരെന്താ പറയുന്നത്? അവർ പണിക്ക് വന്നതാണ്. ആസാംകാരിക്കുട്ടി പണി അന്വേഷിച്ച് വന്നതാണ് എന്നാണ് ഇവർ പറയുന്നത്. പണിക്ക് വരാൻ വേണ്ടി പൈസ ഇല്ല, കൂലിക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഈ പെണ്ണ് ഗർഭിണിയാണെന്ന് അറിയുന്നതെന്നാണ് ഇവരുടെ പറയുന്നത്. ഈ അർജുനും രാജയൊക്കെ അങ്ങനെയാണോ പറയുന്നത്? അവരുമായിട്ട് സംസാരിച്ചത്? അർജുനും രാജയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് ഈ പെണ്ണ് എന്നെ രാജയുടെ ഭാര്യയുടെ അമ്മയുമായിട്ട് മാത്രമേ ഞാൻ സംസാരിച്ചു. ചെറുപ്പക്കാരി രാജയുടെ ഭാര്യയ്ക്ക് ഒരു 30 വയസ്സുണ്ടോയെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് ഒരു 45-50 വയസ്സിൽ കൂടുതലില്ല. 2 പിള്ളേരുമുണ്ട്. 6 വയസ്സുള്ള 4 വയസ്സുള്ള 2 പിള്ളേരുമുണ്ട്. വേറൊരു 18 വയസ്സുണ്ട്. താഴെയാണ് 18 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഉണ്ട്. അത് ഇവരുടെ ബന്ധുവാണെന്നാണ് ഇവർ പറയുന്നത്. മലയാളമാണോ സംസാരിക്കുന്നത്? മലയാളം എല്ലാവരും സംസാരിക്കുന്നത്. നേരത്തെ ഒന്നും മറ്റാരും അപരിചിതരാരും ഇവരെ വന്ന് താമസിച്ചായിട്ടൊന്നും നാട്ടുകാരൊന്നും അങ്ങനെ പറയുന്നില്ല. പിന്നെ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഒരു 3-4 ദിവസം ഇത് നടക്കുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് ഈ പിന്നെ നമ്മുടെ ഇങ്ങോട്ട് തിരിയുന്ന വഴിയുണ്ടല്ലോ, അവിടെ ഒരു 2 പെണ്ണുങ്ങളെ ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് ബൈക്കേ വന്ന് ആൾക്കാർ പിക്കപ്പ് ചെയ്തെന്ന്. അന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി വരുമ്പോൾ
എന്താന്ന്, കാരണം എവിടെ എങ്ങനെയാണെന്ന് നമുക്ക് പറയത്തില്ല. ഇവരെ ഇങ്ങോട്ട് വന്നാണെന്നും നമുക്ക് പറയാൻ വ്യക്തതയില്ല. വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ലാത്ത കാരണം നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, ഇനി നീ ഉടനെ എന്നെ വിളിക്കുക, നമുക്ക് ബാക്കി കാര്യം ചെയ്യാം എന്ന് പറയും. കേരളം മുഴുവൻ വലിയ ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയുടെ കേന്ദ്രമായിട്ട് ഈ ഞണ്ടുകൽ മാറി. എന്താണ് അതിൽ തോന്നിയത്? ഇതൊരു ഈ വാർത്തയായിട്ട് മാറിയതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. നല്ലൊരു വാർത്തയായി മാറുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മുടെ വാർഡല്ലേ. ചുറ്റുവട്ടത്ത് എന്താ നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയില്ല അല്ലേ? ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്താ നടക്കുന്നത് നമ്മളെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളെല്ലാം രാവിലെ മുതൽ ജീവിതമാർഗത്തിന് വേണ്ടി ഓടുകയാണ്. ഇതുപോലെ യാദൃശ്യമായിട്ട് കാര്യങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് നടക്കുമ്പോഴാണ് നമ്മൾ ഇടപെടുകയും അറിയുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ഞെട്ടൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കും ഇതിൻ്റെ ഒരു പരിസരം അത്രത്തോളം ദുരൂഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ കണ്ട് ബുദ്ധിപൂർവ്വം ഇവർ തിരഞ്ഞെടുത്തതാണോ എന്നും അറിയില്ല. പക്ഷേ കാരണം ഈ അർജുൻ്റെ ഭാര്യയൊക്കെ ഈ പോലീസ് വിട്ടയച്ച ശേഷവും ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നു, ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ വൻ മീനുകളാണെങ്കിൽ അവർ എവിടെയെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. പോലീസിനും അങ്ങനെ സംശയം തോന്നിക്കാണില്ല. അതുകൊണ്ടായിരിക്കും അവരെ ഇന്ന് സ്വതന്ത്രമായി ഇന്നലെ വിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ചെറിയ പരൽമീനുകളാണ് എന്നാണ് ഫലത്തിൽ മെമ്പർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്കും തോന്നുന്ന കാര്യം അതാണ്. കാരണം ഇത് വലിയ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ടാകാം. അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്തായാലും പോലീസ് ഉള്ളത്. വലിയ ഞെട്ടിക്കുന്ന സംഭവം നടന്ന ഇതുവരെയുള്ള വിവരപ്രകാരം അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഞണ്ടുകല്ലിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.